ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് PSC പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് സയൻസ് നമ്മൾക്ക് നോക്കിയാലോ. ജനറൽ നോളജിൻ്റെ വിഭാഗത്തിൽ സയൻസ് നല്ല കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് നമ്മൾക്ക് ഇന്ന് നോക്കാം. ഇത് 10th ലെവൽ, 12th ലെവൽ, പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി ലെവൽ പരീക്ഷ സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് വരും. അത് റെയിൽവേ എക്സാംസ്, ഇതെല്ലാത്തിനും ഉപയോഗപ്രദമായ ഒരു വീഡിയോയാണിത്. ഇതിൽ സയൻസ് ഒത്തിരി പ്രധാനപ്പെട്ട സയൻസ് ഭാഗങ്ങൾ ഇവിടെ ഞാൻ ഈ എപ്പിസോഡിൽ കവർ ചെയ്യുന്നുണ്ട്. നല്ല ശ്രദ്ധാപൂർവം കേൾക്കുക, മനസ്സിലാക്കുക. ഇതിൽ നിന്ന് എന്തായാലും പരീക്ഷയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, മനസ്സിലാക്കുക. എൻ്റെ ഈ ചാനൽ ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ DDT നിരോധിച്ച വർഷം. സൈലന്റ് സ്പ്രിംഗ്, വാക്ക് ശ്രദ്ധിച്ചോളണം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ DDT നിരോധിച്ച വർഷം 1972. ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. 1970, 1971, 1972, 1973. നമ്മളുടെ ആൻസർ 1972. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം. താഴെ തന്നിരിക്കുന്നവയിൽ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപം നമ്മളുടെ ഈ ഓപ്ഷനിൽ തന്നിട്ടില്ല. ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഗ്രാഫൈറ്റ്, പീറ്റ്, കൽക്കരി, ഫുള്ളറിൻ. ഇതിൽ ഏറ്റവും സ്ഥിരതയുള്ളത് ഗ്രാഫൈറ്റ് ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. 4 ലോഹം നമ്മൾക്ക് തന്നിട്ടുണ്ട്. ചെമ്പ്, വെളുത്തീയം, കറുത്തീയം, അലൂമിനിയം. നമ്മൾക്കറിയാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ നമ്മൾക്ക് ഓക്സിജനാണ് ലഭിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഓസോൺ. നമ്മൾക്ക് ലഭിക്കുന്നത് ഓക്സിജനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വർണത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ്, ശ്രദ്ധിച്ചുകൊള്ളുക. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം, ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം, കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകം. നമ്മൾക്കറിയാം ഇതിൽ സ്വർണത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകമാണ്. നമ്മളുടെ സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം എന്തോന്നാണ്? ഓറം എന്നാണ്. AUവിൽ തുടങ്ങണം. ഓറം എന്നാണ് സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം. അടുത്ത ക്വസ്റ്റ്യൻ. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. 4 നിയമം നമ്മൾക്ക് തന്നിട്ടുണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽ നിയമം. ഇവിടെ ബോയിൽ നിയമമാണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതെല്ലാം? 4 ഓപ്ഷനുണ്ട്. അമോണിയ, ക്ലോറിൻ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ, അമോണിയ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ. ഇവിടെ വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജനാണ്. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത വിവരമേത്? ഇവിടെയും ശരിയല്ലാത്ത വിവരമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം, അത് ശരിയാണ്. സോഡ വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ടത്, അത് ശരിയാണ്. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന വാതകം, അതാണ് ശരിയല്ലാത്തതെന്ന് പറയുന്നത്, അതാണ്. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായി ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന വാതകം എന്നുള്ളതാണ്. അടുത്ത ഓരോ ഓപ്ഷനും കൂടെ ഉണ്ട്. ശീതീകാരിയായി ഉപയോഗിക്കുന്ന വകഭേദമാണ് ഡ്രൈ ഐസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തമുണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തം, നിങ്ങൾ കെമിക്കൽ ലാബിലൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇതറിയാം, അവക്ഷിപ്തമുണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാവുന്നത്? ക്ലോറൈഡ് ലവണം. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ്, കാർബണേറ്റ്. അതിൽ ക്ലോറൈഡ് ലവണമാണ് കറക്റ്റ് ആൻസർ. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏത്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏത്? ഫോസ്ഫോറിക് ആസിഡാണ് കറക്റ്റ് ആൻസർ. ഫോസ്ഫോറിക് ആസിഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്: വനേഡിയം പെൻഡോക്സൈഡ്, മെഗ്നീഷ്യം ഡയോക്സൈഡ്, മാംഗനീസ് ഡയോക്സൈഡ്, ഫോസ്ഫോറിക് ആസിഡ്. അതിൽ ഫോസ്ഫോറിക് ആസിഡാണ് കറക്റ്റ് ആൻസർ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്: ജോൺ ഡാൾട്ടൺ, ജെ തോംസൺ, ഏണസ്റ്റ് റൂദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്. ഇതിൽ കറക്റ്റ് ആൻസർ ജെ തോംസൺ. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം? മെർക്കുറി, ലെഡ്, മണ്ണെണ്ണ, ജലം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ജലമാണ് വിശിഷ്ട താപധാരിത കൂടുതലുള്ള പദാർത്ഥം എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം? ആവർത്തന പട്ടികയിൽ 2ാം പീരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം. 2, 3, 4 ഇവയൊന്നുമല്ല, ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. വേറെ ഓപ്ഷൻസ് കൊബാൾട്ട്, ഇരുമ്പ്, ചെമ്പ് എന്നെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ നിക്കലാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച KARSAP കാസാപ്പ് പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടുക, 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം പ്രതിരോധ വാക്സിനുകൾ നൽകുക, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന മികവ് ഉയർത്തുക, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉതകുന്ന തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക. ഇതിൽ KARSAP കാസാപ്പ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടുക. പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ആരോഗ്യവാനായ ഒരാളിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവെത്ര? നമ്മളെപ്പോലെയുള്ള ഒരാളിൻ്റെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ ശരാശരി അളവെത്ര എന്താണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 12 മുതൽ 17 വരെ ഗ്രാം പെർ 100 മില്ലി രക്തം, 10 മുതൽ 12 വരെ ഗ്രാം പെർ 100 മില്ലി രക്തം, 9 മുതൽ 12 ഗ്രാം പെർ 100 മില്ലി രക്തം, 14 മുതൽ 19 വരെ ഗ്രാം പെർ 100 മില്ലി രക്തം. നമ്മൾക്ക് വേണ്ടത് 12 മുതൽ 17 വരെ ഗ്രാമാണ് 100 മില്ലി രക്തത്തിൽ വേണ്ടത്. 12 മുതൽ 17 വരെ ഗ്രാം ഹീമോഗ്ലോബിനാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: വാക്സിനേഷൻ എന്ന പദം രൂപം കൊള്ളാനിടയായ ലാറ്റിൻ വാക്കായ വാക്ക എന്നതിൻ്റെ അർത്ഥമെന്ത്? ലാറ്റിൻ വാക്കാണ് വാക്ക. എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തടയൽ, പ്രതിരോധം, പശു, ചികിത്സ. ഈ 4 ഓപ്ഷനിൽ ഓപ്ഷൻ സി പശുവാണ് കറക്റ്റ് ആൻസർ. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും എങ്ങനെ വിളിക്കുന്നു? ഓപ്ഷൻ 4 ഉണ്ട്. ലിംഫോസൈറ്റ്, ആൻറ്റിജനുകൾ, ആൻറ്റിബോഡികൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻ.
ഇതിൽ ആൻറ്റിജനുകളാണ് കറക്റ്റ് ആൻസർ. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും വിളിക്കുന്നതാണ് ആൻറ്റിജനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. നമ്മൾക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രി കാലത്താണ് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതൽ. പകൽ സമയത്ത് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കും. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത പ്രസ്താവന. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഫിറമോൺ. ആ ഫിറമോണിന് ഉദാഹരണമല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. കസ്തൂരി, സിപറ്റോൺ, ഈസ്ട്രജൻ, ബോംബിക്കോൾ. ഇതിൽ ഫിറമോണിന് ഉദാഹരണം അല്ലാത്തത് ഈസ്ട്രജനാണ്. അപ്പോൾ കസ്തൂരി, സിവാറ്റോൺ, ബോംബിക്കോൾ ഇതെല്ലാം ഫിറമോണിന് ഉദാഹരണമാണ്. അല്ലാത്തത് ഈസ്ട്രജനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് 98.4 98.4 4 ഫാരൻഹീറ്റാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 94.8, 97.9, 108, 98.4. അതിൽ 98.4 നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏത്? പ്രത്യുൽപാദനത്തിന് വേണ്ട വിറ്റാമിനാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ ബി, ഡി, ഇ, എ. ഇതിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർണ്ണാന്ധതയുള്ളയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീല. നീല മാത്രമാണ് വർണ്ണാന്ധതയുള്ളയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം. ഇവിടെ പച്ച, ചുവപ്പ് എന്നൊക്കെ തന്നിട്ടുണ്ട്, അതൊന്നും അല്ല, നീലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാസിലസ് ഹീമോഫിലസ് കാരണമുണ്ടാകുന്ന രോഗം. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്ഷയം, കുഷ്ഠം, ഇൻഫ്ലുവൻസ. ഇവയൊന്നുമല്ല. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബാസിലസ് ഹീമോഫിലസ് കാരണമുണ്ടാകുന്ന രോഗം ഇൻഫ്ലുവൻസയാണ്. ഇൻഫ്ലുവൻസ. ബാസിലസ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിന് ഉദാഹരണമേത്? അലോയ് സ്റ്റീൽ. കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീൽ. അതിന് ഉദാഹരണം നമ്മൾക്ക് 4 തന്നിട്ടുണ്ട്. നിക്രോം, ജർമ്മൻ സിൽവർ, ആൽനിക്കോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിൽ അൽനിക്കോ ആണ് കാന്തിക സ്വഭാവമുള്ള അലോയ് സ്റ്റീലിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ. റെഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം ഏത്? റെഡോക്സ് പ്രവർത്തനം, രാസപ്രവർത്തനം, അതിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണം ഏത്? അതിനും 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആംപ്ലിഫയർ, ഗാൽവനിക് സെൽ, ലിഥിയം സെൽ, കാഥോഡ് സെൽ. ഇതിൽ ഗാൽവനിക് സെല്ലാണ് നമ്മളുടെ ആൻസർ. ഗാൽവനിക് സെൽ. റെഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ. താഴെ പറയുന്നവയിൽ ഗ്രീൻ എനർജി ഏത്? 4 നമ്മൾക്ക് തന്നിട്ടുണ്ട്. നാഫ്ത, കൽക്കരി, ബയോഗ്യാസ്, പെട്രോളിയം ഗ്യാസ്. ഇതിൽ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജമാറ്റത്തിൻ്റെ ശരിയായ ക്രമമേത്? ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജമാറ്റത്തിൻ്റെ ശരിയായ ക്രമമേത്? ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ന്യൂക്ലിയർ ഊർജ്ജം ആദ്യത്തെ ഓപ്ഷനാണ് ഞാനിപ്പോൾ വായിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ ന്യൂക്ലിയർ ഊർജ്ജം, യാന്ത്രികോർജ്ജം, താപോർജ്ജം. അടുത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം, ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, വൈദ്യുതോർജ്ജം. 4മത്തെ ഓപ്ഷൻ താപോർജ്ജം, ന്യൂക്ലിയർ ഊർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഇതിൽ
ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഊർജ്ജ മാറ്റത്തിൻ്റെ ശരിയായ ക്രമമെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഊർജം താപോർജ്ജമാകും, താപോർജ്ജം യാന്ത്രികോർജ്ജമാകും, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകും. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് പറയണം. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, സമതല ദർപ്പണം, സിലിണ്ടറിക്കൽ ലെൻസ്. ഇതിൽ വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. OCR എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? OCR 4 ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഓട്ടോമാറ്റിക് മാർക്ക് റെക്കഗ്നിഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. നമ്മൾക്ക് നമ്മുടെ ഓരോ അക്ഷരങ്ങൾ, നമ്മുടെ ക്യാരക്ടർ എല്ലാം ഓപ്റ്റിക്കലായിട്ട് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, OCR. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം. 4 ഓപ്ഷൻസ് ഉണ്ട്. റിയോസ്റ്റാറ്റ്, ഡയോഡ്, ഫ്യൂസ്, കപ്പാസിറ്റർ. അതിൽ നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം കപ്പാസിറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് പട്ടിക 1ൽ 4 പേര് തന്നിട്ടുണ്ട്. പട്ടിക 2വിൽ അതുപോലെ 4 പേര് തന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ചേരുംപടി ചേർക്കണം. ഞാൻ ചേരുംപടി ചേർത്ത ആൻസർ ഇവിടെ എഴുതാം. അതിൽ ആദ്യം പട്ടിക 1ലെ 4 പേരുകൾ വായിക്കാം. വിസ്കോസിറ്റി, ശബ്ദമലിനീകരണം, കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത, പ്ലെയിൻ ആംഗിൾ, സമതല കോൺ. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ സമതല കോണാണ്. അടുത്ത പട്ടിക 2വിൽ റേഡിയൻ, പാസ്കൽ സെക്കൻഡ്, ടെസ്ല, ഡെസിബൽ. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം വിസ്കോസിറ്റി ഏതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബ്ദമലിനീകരണമാണെങ്കിൽ ഡെസിബൽ, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദമലിനീകരണം ഡെസിബലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രതയാണെങ്കിൽ ടെസ്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ സമതല കോൺ എന്ന് പറയുന്നത് റേഡിയനാണ്. റേഡിയനാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒന്നാമത്തത് ബി, രണ്ടാമത്തത് ഡി, മൂന്നാമത്തത് സി, നാലാമത്തത് എ, അങ്ങനെ ഉള്ള ഓപ്ഷനാണ് നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ്, ശബ്ദമലിനീകരണം ഡെസിബൽ, കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല, പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ സമതല കോൺ റേഡിയൻ. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചലന ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ചലന ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ ദളങ്ങൾ അല്പനേരം കൂടി കറങ്ങുന്നത്. അടുത്ത ഓപ്ഷൻ മാവിൻ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. അടുത്ത ഓപ്ഷൻ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിന് അടുത്തെത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നത്. ഇതിൽ ചലന ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തതേതെന്നാണ്. നമ്മൾക്കറിയാം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ ദളങ്ങൾ അല്പനേരം കൂടി കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അതിന് എളുപ്പം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഉദാഹരണം അല്ലാത്തതേതെന്നാണ്. അപ്പോഴതല്ല. മാവിൻ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. ഇവിടെ മാങ്ങയ്ക്കൊരു ചലനോർജവുമില്ല, പക്ഷെ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. അത് ചലന ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ഓപ്ഷൻ ബി മാവിൻ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ അടുത്തെത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതും
ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നതുമെല്ലാം ചലനജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പോൾ മാവിൻ കൊമ്പ് കുലുങ്ങുമ്പോൾ മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത് ചലനജഡത്വത്തിന് ഉദാഹരണമല്ല. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി. 4 ഓപ്ഷൻസ് ഉണ്ട്. ചാലനം, സംവഹനം, വികിരണം, ഉൽപ്പതനം. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ചാലനമാണ്. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തികക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തികക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. വില്യം ഹേർഷൽ, ഐസക് ന്യൂട്ടൺ, ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഇവയൊന്നുമല്ല. ഇതിൽ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിന് ചുറ്റും കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പട്ടിക 1 നോക്കാം. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം. 2. ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. 3. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം. 4. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം. ഈ 4 പട്ടിക 1ലെ 4 ചേരുന്നത് പട്ടിക 2വിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. പട്ടിക 2വിലും 4 തന്നിട്ടുണ്ട്. 1 അപകേന്ദ്ര ബലം, 2 അഡ്ഹഷൻ, 3 കൊഹിഷൻ, 4 ആവേഗബലം. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം, ആ ബലം എന്ന് പറയുന്നത് അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലം. അടുത്ത് ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം, അത് ആവേഗബലമാണ്. ആവേഗബലം. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹഷനാണ്. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹഷനാണ്. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷനാണ്. കൊഹിഷൻ. 2 വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷൻ. അപ്പോഴും ഓപ്ഷനിൽ ഇതെല്ലാം ചേർന്ന് കറക്റ്റാണ് വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം. ഇവിടെ നമ്മൾക്ക് 100, 50, 14, 10 ഇങ്ങനെ 4 തന്നിട്ടുണ്ട്. അതിൽ ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം എന്ന് പറയുന്നത് 100 ആണ്. 100. അടുത്ത ക്വസ്റ്റ്യൻ. പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. പെരിസ്കോപ്പിൽ 4 തന്നിട്ടുണ്ട്. കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം. ഇവയൊന്നുമല്ല. ഇത് 4 ഓപ്ഷൻ. ഇതിൽ സമതല ദർപ്പണമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. പെരിസ്കോപ്പ് അറിയാമല്ലോ, അതിലുപയോഗിക്കുന്നത് സമതല ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഇവിടെ ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. 460, 230, 110, 275. അതിൽ 230 വോൾട്ടേജാണ് നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ്. 230 അടുത്ത ക്വസ്റ്റ്യൻ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? നമ്മൾക്കറിയാമല്ലോ, ക്യാരറ്റിൽ ധാരാളം ബീറ്റ കരോട്ടിനുണ്ട്. അത് വിറ്റാമിൻ എ ധാരാളം കിട്ടുമെന്ന് നമ്മൾ പറയാറുമുണ്ട്. ഈ കൺവേർഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. വൻകുടൽ, കരൾ, വൃക്ക. ഇവയൊന്നുമല്ല. കരളിൽ വെച്ചാണ് ക്യാരറ്റിൻ്റെ ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ എ ആയി മാറുന്നത്. അടുത്ത്. സ്റ്റെൻറ്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് കേട്ടിട്ടില്ലേ, ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ട് സ്റ്റെൻറ്റ് ഇട്ടു എന്ന് പറയുമല്ലോ. ആ സ്റ്റെൻറ്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം. അത് ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ധാതുവിൻ്റെ അപര്യാപ്തത മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത്. ഇവിടെയും 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇരുമ്പ്, മെഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം. അതിൽ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്, അപര്യാപ്തത മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡോഫിസം, ജൈജാൻറ്റിസം, ആൽബിനിസം. ഇവയൊന്നുമല്ല. അതിൽ മെലാനിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത് ആൽബിനിസമാണ്. ആൽബിനിസം ആണ് മെലാനിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത്. അടുത്തും നമ്മൾക്കൊരു ചേരുംപിടി ചേർക്കുക എന്ന ക്വസ്റ്റ്യനാണ്. അതിലെ പട്ടിക എയിൽ 4 പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് വായിക്കാം. കാന്തിക ഫ്ലക്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വൈദ്യുത ചാർജ്, കപ്പാസിറ്റൻസ്. ഈ 4 സംഗതികളാണ് പട്ടിക 1-ൽ തന്നിരിക്കുന്നത്. കാന്തിക ഫ്ലക്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വൈദ്യുത ചാർജ്, കപ്പാസിറ്റൻസ്. 4 പട്ടിക 2-ലും 4 തന്നിട്ടുണ്ട്. വോൾട്ട്, വെബർ, കൂളോം, ഫാരഡ്. അതിൽ ഏതാണ് ചേരുന്നതെന്ന് നോക്കാം. കാന്തിക ഫ്ലക്സ് ഏതുമായിട്ടാണ് ചേരുന്നത്? വെബറുമായിട്ടാണ് ചേരുന്നത്. വെബർ, കാന്തിക ഫ്ലക്സ് വെബർ. അടുത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതുമായിട്ടാണ് ചേരുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടാണ്. വോൾട്ടിലാണ് നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അത് വോൾട്ടാണ്. അടുത്ത് മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ വൈദ്യുത ചാർജ് ഏതുമായിട്ടാണ് ചേരുന്നത്? കൂളോം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, കൂളോം. അടുത്ത കപ്പാസിറ്റൻസ് ഏതുമായിട്ടാണ് ചേരുന്നത്? ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ്. അപ്പോൾ ഈ 4 ആൻസറും വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം. ഐസിലൂടെ സ്കേറ്റ് ചെയ്ത് പോകാൻ കഴിയുമല്ലോ. അതൊരു പ്രത്യേക പ്രതിഭാസം കൊണ്ടാണ് അങ്ങനെ സാധ്യമാകുന്നത്. ആ പ്രതിഭാസം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. താപഗതിക സിദ്ധാന്തം, ദ്രവഗതിക സിദ്ധാന്തം, ടിൻഡൽ പ്രഭാവം, പുനർഹിമായനം. ഇതിൽ പുനർഹിമായനം എന്നതാണ് ആ സിദ്ധാന്തം. പുനർഹിമായനം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത്. ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ചുവപ്പ്, വയലറ്റ്, പച്ച. ഇവയൊന്നുമല്ല. ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് ഏതാണ്? വയലറ്റാണ്. തരംഗദൈർഘ്യം കൂടിയത് റെഡുമാണ്. വിബ്ജിയോർ അറിയാമല്ലോ. റെഡാണ് തരംഗദൈർഘ്യം കൂടിയത്, വയലറ്റ് തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഓക്സിജനാണ് പുറത്തു വരുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ. അതിൽ ഓക്സിജനാണ് ആൻസർ. ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജൻ. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഓപ്ഷൻസ് 4 ഉണ്ട്. ബോയിൽ നിയമം, അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം. ഇവയൊന്നുമല്ല. അതിൽ ചാൾസ് നിയമമാണ് നമ്മളുടെ ആൻസർ. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിച്ച് പൊട്ടുന്നത് ചാൾസ് നിയമം അനുസരിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ലോഹമാണെന്ന് അറിയാമല്ലോ. വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. 4 ലോഹം തന്നിട്ടുണ്ട്. ടൈറ്റാനിയം, നിക്കൽ, ചെമ്പ്, സിങ്ക്. ഇതിൽ ടൈറ്റാനിയമാണ് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. അടുത്ത ക്വസ്റ്റ്യൻ. ജലദോഷത്തിന് കാരണമായത്. 4 വൈറസ് നമുക്ക് തന്നിട്ടുണ്ട്. റൈനോ വൈറസ്, വേരിയോള വൈറസ്, റാബ്ഡോ വൈറസ്, ആർബോ വൈറസ്. ഇതിൽ ജലദോഷത്തിന് കാരണമായത് റൈനോ വൈറസാണ്. റൈനോ വൈറസ്. അടുത്ത് പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി
ബന്ധപ്പെട്ടിരിക്കുന്നു? പാപ് സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ, എയ്ഡ്സ്, സിഫിലിസ്, തിമിരം. അതിൽ ഗർഭാശയ ക്യാൻസറുമായിട്ടാണ് പാപ് സ്മിയർ ടെസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓർഗൻ ഓഫ് കോട്ടി എന്നത് ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോട്ടി. ചെവി, മൂക്ക്, മസ്തിഷ്കം, വൃക്ക. ഇതിൽ ചെവിയുമായിട്ടാണ് ഓർഗൻ ഓഫ് കോട്ടി ബന്ധപ്പെട്ടിരിക്കുന്നത്, ചെവിയുമായിട്ട്. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര്? 4 ഓപ്ഷൻ ഉണ്ട്. ഗ്രിഡ് രോഗം, ഗ്രേവ്സ് രോഗം, സ്കർവി, സെയിലേഴ്സ് പ്ലേഗ്. ഇതിൽ ഗ്രേവ്സ് രോഗമാണ് ഗോയിറ്ററിൻ്റെ മറ്റൊരു പേര്. ഗ്രേവ്സ് രോഗം. അടുത്ത ക്വസ്റ്റ്യൻ. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ? 4 ശാസ്ത്രജ്ഞരെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലോർഡ് റെയ്ലി, ഐസക് ന്യൂട്ടൺ, ക്രിസ്റ്റ്യൻ ഹ്യൂജൻസ്, ക്രിസ്റ്റ്യൻ ഡോപ്ലർ. ഇതിൽ ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലിയാണ്. ലോർഡ് റെയ്ലി. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ തെറ്റ് ഏതെന്ന് എഴുതുക. 1. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം. അത് ശരിയാണ്, നമ്മൾക്കറിയാമല്ലോ. അടുത്തത്. വൃത്തപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമവർത്തുള ചലനം എന്നറിയപ്പെടുന്നു. അതും കറക്റ്റാണല്ലോ. വൃത്തപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമവർത്തുള ചലനം ആണല്ലോ. അത് കറക്റ്റാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് പരിക്രമണം. അല്ല, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമല്ല പരിക്രമണം. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രസ്താവനയും കൂടെ ഉണ്ട്. അത് ശരിയാണോ എന്ന് നോക്കാം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്. അതും കറക്റ്റാണ്. ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് പരിക്രമണം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് ചന്ദ്രനിൽ എത്ര കിലോഗ്രാം ഭാരമുണ്ടാകും? 10, 20, 30, 15 ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 10 നമ്മളുടെ ആൻസർ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് ചന്ദ്രനിൽ 10 കിലോഗ്രാം ഭാരം കാണും. അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത്? ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. 16, 17, 15, 18 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ്റെ ഗ്രൂപ്പ്, ഓക്സിജൻ കുടുംബം. അടുത്ത ക്വസ്റ്റ്യൻ. ഏതിൻ്റെ അയിരാണ് കാസിട്രൈറ്റ്? കാസിട്രൈറ്റ് 4 ലോഹം തന്നിട്ടുണ്ട്. അതിൽ ഏതിൻ്റെ അയിരാണ് കാസിട്രൈറ്റ് എന്ന് പറയണം. ചെമ്പ്, വെളുത്തീയം, കറുത്തീയം, അലൂമിനിയം. അതിൽ വെളുത്തീയത്തിൻ്റെ അയിരാണ് കാസിട്രൈറ്റ്. വെളുത്തീയത്തിൻ്റെ അയിരാണ് കാസിട്രൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? 4 ഓപ്ഷൻസ് ഉണ്ട്. നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഓസോൺ. ഇതിൽ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എൻ്റെ വീഡിയോ കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുകയും കൂടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു ക്വസ്റ്റ്യനും വിടാതെ കേട്ട് മനസ്സിലാക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ എൻ്റെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ സയൻസ് മാത്രമല്ല, GK മാത്രമല്ല, കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം ഇനിയും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കറക്റ്റായി എല്ലാം പോയി കണ്ട് നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് അയച്ചു കൊടുക്കണം. നല്ല ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. അത് എല്ലാവരിലും എത്തിക്കുകയും വേണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.